ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. മെക്കോങ് ഡെൽറ്റയാണ് ഇന്നത്തെ ലക്ഷ്യസ്ഥാനം. അവസാന സീറ്റിലുള്ള ഞങ്ങൾ 4 പേരും ഇന്ത്യക്കാരാണ്. ബാക്കി എല്ലാവരും വിയറ്റ്നാമീസ് പൗരന്മാർ. എന്നെ കൂടാതെയുള്ള 3 പേർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഭൂരിഭാഗം പേരും വിയറ്റ്നാമീസ് പൗരന്മാരായതിനാൽ ഗൈഡിൻ്റെ സംസാരമെല്ലാം വിയറ്റ്നാമീസ് ഭാഷയിലാണ്. അത്യാവശ്യം ചില ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമാണ് പുള്ളിക്ക് വശമായിട്ടുള്ളത്. പുറത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമായി പ്രത്യേക ഒരു പാത. പുറത്തെ കാഴ്ചകൾ ഏറെക്കുറെ കേരളത്തോട് സമാനമാണ്. ഒരു ആലപ്പുഴയിലൂടെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ കൊച്ചിയിലൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ നെൽപ്പാടങ്ങളുടെ കാഴ്ചയാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നെൽകൃഷിക്കും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് നെൽപ്പാടങ്ങളെല്ലാം ഒന്നിച്ചായിരിക്കും. പിന്നീട് കുറച്ചങ്ങോട്ട് മാറി ഒരു ഗ്രാമം പോലെ വീടുകളെല്ലാം ഒന്നിച്ചിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പാടത്തോട് ചേർന്നല്ല വീടുകൾ സ്ഥാപിക്കുക. വീടുകളെല്ലാം ഒരു സ്ഥലത്തും എല്ലാവരുടെയും പാടങ്ങൾ ഒന്നിച്ച് കുറച്ച് ദൂരെയുമായിരിക്കും. കേരളത്തിൽ നമുക്ക് തമിഴ്നാട്ടുകാരോട് വലിയ താല്പര്യമില്ലെങ്കിലും വേറൊരു രാജ്യത്ത് വരുമ്പോൾ സ്വന്തം സഹോദരങ്ങളെ കണ്ട പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം. സുന്ദരമൂർത്തി, ശരവണൻ, മനോജ് എല്ലാം ഇങ്ങനെ ഒരു കുടുംബം പോലെ. മറ്റൊരു രാജ്യത്താണെന്നതും കൂടെയുള്ളവരെല്ലാം ആ രാജ്യത്തെ പൗരന്മാരാണെന്നതും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു. ഇപ്പോഴാണ് ഞാൻ പാടത്തിന് നടുവിലുള്ള ഈ കാഴ്ച ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം ശവക്കല്ലറകളാണ്. ആ പാടത്ത് പണിയെടുത്തവരുടെ എല്ലാം ശവക്കല്ലറകൾ ആ ഒരു പാടത്തിന് നടുക്ക് തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. അവരിനിയും ഈ സ്ഥലത്തിനും വിളവിനുമെല്ലാം കാവൽ നിൽക്കും എന്നതാണ് ഇവരുടെ വിശ്വാസം. ഈ കൂടെയുള്ള വിയറ്റ്നാംകാരോട് സംസാരിച്ചപ്പോൾ അവരത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. കൃഷി മാത്രമല്ല, വലിയ ഫാക്ടറികളും ഇവിടെ കാണാം. ഇവിടെ ഈ കാണുന്നത് ഒരു മണൽ ഖനനം ചെയ്യുന്ന ഒരു ഏരിയയാണ്. തൊട്ടടുത്ത് കാണുന്ന നദിയിൽ നിന്നും മണൽ വാരി ശുചീകരിച്ച് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും വീട് പണിക്കും അങ്ങനെ എല്ലാത്തിനും മണൽ എത്തിക്കുന്നത് ഇങ്ങനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോങ് ആൻ എന്ന് പറഞ്ഞ പ്രൊവിൻസിലൂടെയാണ്. ഏകദേശം 20 ലക്ഷം ആൾക്കാരാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. നമ്മുടെ ഹൈവേയിലൂടെ പോകുന്നത് പോലെ തന്നെ ടോൾ ബൂത്തുകളും അവിടെ ഇവിടെയായി കാണാം. ഈ കാണുന്നതാണ് വിയറ്റ്നാമിലെ ഒരു ടോൾ ബൂത്ത്. വളരെ വേഗത്തിൽ തന്നെ ഒരു ബ്ലോക്കുമില്ലാതെ കടന്നുപോയി. ഇനി അധികം താമസിയാതെ തന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത് വാഷ്റൂമൊക്കെ ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ ഗൈഡ് പറഞ്ഞത്. നമ്മുടെ യാത്ര ഏകദേശം 4 മണിക്കൂറുണ്ട്. അതിനിടയിൽ ഇങ്ങനത്തെ സൂവനീർ ഷോപ്പുകളും റെസ്റ്റ് ഏരിയയും ഒക്കെ കടന്നു പോവുക സ്വാഭാവികമാണ്. ഇത്തരം ഷോപ്പുകളിൽ ടൂറിസ്റ്റുകളെ എത്തിക്കുമ്പോൾ തന്നെ ഇത്തരം ടൂർ ഗൈഡുകൾക്ക് ഒരു കമ്മീഷൻ ലഭിക്കും. അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. വിരസമായൊരു ഹോട്ടലോ റെസ്റ്റ് റൂമോ പ്രതീക്ഷിച്ചെന്ന എൻ്റെ കണ്ണുകളെ വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള കാഴ്ച ഇങ്ങനെയായിരുന്നു. കായലിനോട് ചേർന്നുള്ളൊരു ഏരിയയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ കാണുന്നത് പോലെ ദുർഗന്ധം വമിക്കാതെ, പോളയൊന്നുമില്ലാതെ, ആമ്പലുകളും വാഴകയും അങ്ങനെ നാച്ചുറലായിട്ട് വിയറ്റ്നാമീസിൻ്റെ പഴയ കാലത്തെ വീടിനെയൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ പല ചെറിയ കുടിലുകളും ഇന്ന് ഹോട്ടലാണ്. അതല്ലാതെ അത്യാവശ്യം വലുപ്പമുള്ള ഇത്തരം കൂടാരങ്ങൾ ഗസ്റ്റുകൾക്ക് വാടകയ്ക്കും കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒക്കെ താമസിച്ച് ഗ്രാമീണത മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഈ കാഴ്ചകൾ ചിത്രീകരിച്ച് നടന്ന സമയത്ത് ഇവിടെ സുന്ദരമൂർത്തി അവരുടെ സിംഗപ്പൂർ ഡോളർ വിയറ്റ്നാമീസ് ഡോങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ്. നമ്മുടെ ആലപ്പുഴയും വൈക്കവുമൊക്കെ ഇതുപോലെ ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട് സംരക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതുപോലെ വന്നു പോയിരുന്നേനെ. ഇപ്പോൾ ഇവിടെ നിന്ന സമയത്ത് തന്നെ ഏകദേശം 100-ലേറെ ടൂറിസ്റ്റുകളുണ്ട്. ഇവരിങ്ങനെ വരുന്നു, 10-15 മിനിറ്റ് കൊണ്ട് കടന്നു പോകുന്നു, അടുത്ത സെറ്റ് ആൾക്കാർ വരുന്നു. അങ്ങനെ ഇതൊരു വലിയ വരുമാന മാർഗമാണ്. ഇവിടെയുള്ള സൂവനീറുകൾക്കും ഭക്ഷണത്തിനുമെല്ലാം അതനുസരിച്ചുള്ള ചാർജ് കൂടുതൽ മേടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ ഈ ഒരു ഫീൽ അനുഭവിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊന്നും ഒരു അന്യായമായി തോന്നുകയില്ല. ചെറിയൊരു പൂന്തോട്ടമൊക്കെ ആയിട്ട് ഒരു ഒറ്റമുറി വീട്, ഓൾഡ് ഹൗസ് എന്നൊരു ബാനറും കൊടുത്ത് വയ്ക്കുമ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് ഒരു കൗതുക കാഴ്ചയാണ്. വിദേശത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം കണ്ടിട്ടുള്ള വിദേശികൾ ഇതിനു ചുറ്റും വട്ടം കൂടി നിൽക്കുന്ന കാഴ്ചയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ബ്രെഡ് ഹൗസ് ഉണ്ട്.
പലതരത്തിലുള്ള ബ്രെഡിൻ്റെ ഒരു കച്ചവട കേന്ദ്രം. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചില വാഹനങ്ങൾ വന്നു പോകുന്നു, പുതിയ വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 4 മണിക്കൂറോളമുള്ള യാത്രയിൽ പതിവ് വഴിയോര കാഴ്ചകൾ തന്നെയാണ് വീണ്ടും കാണുന്നത്. 1 മണിക്കൂറിന് ശേഷം അടുത്തൊരു സുവനീർ ഷോപ്പിലേക്ക് വാഹനം നിർത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ബാമ്പുവും റബ്ബറും ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളാണ്. ഷെയ്ഡ് ഇട്ടിരിക്കുന്ന റബ്ബറിൻ്റെ ചിത്രങ്ങളൊക്കെ നോക്കി ടൂറിസ്റ്റുകൾ അന്തിച്ച് നിൽക്കുകയാണ്. പാലായിൽ നിന്ന് വന്ന എനിക്ക് ഇത്തരം ചെറു മരങ്ങൾ കണ്ടിട്ട് ഒരു കൗതുകവും തോന്നിയില്ല. ഇവിടെ ഒരു 10 മിനിറ്റ് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ഡെമോൺസ്ട്രേഷനും വിവരണങ്ങളും ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ടേ മുൻപോട്ട് പോകാൻ പറ്റൂ. ഇവിടെയും അവതരണമെല്ലാം വിയറ്റ്നാമീസ് ഭാഷയിൽ തന്നെയാണ്. ഓരോന്നിനെ പറ്റിയും വിവരണം നൽകിയ ശേഷം അതിൻ്റെ സാമ്പിളുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ ഈ കൊണ്ടുവരുന്നത് ബാംബു ഫൈബറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൺ തുണി പോലെ എല്ലാ സാധനവും ഈ ബാംബു ഫൈബർ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറിജിനൽ ബാംബു ഫൈബർ ആണെങ്കിൽ അത് വെള്ളത്തിൽ താഴ്ന്നു പോകും എന്നാണ് പറയുന്നത്. ചെളിയും വെള്ളവുമെല്ലാം അതുപോലെ വലിച്ചെടുത്ത്, പക്ഷേ തുണി മുഷിയില്ല, മണം വരില്ല എന്നൊക്കെയാണ് ഇവർ അവതരിപ്പിക്കുന്നത്. സ്കിന്നിന് അലർജി ഉണ്ടാക്കില്ല, എത്ര ദിവസം ഉപയോഗിച്ചാലും മണം വരില്ല എന്നൊക്കെ പറഞ്ഞ് ആരെയും ഇത് മേടിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ അവതരണം. വിരസമായ അവതരണത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാഴ്ച കൗതുകമുണർത്തി. ഒരു സ്കാർഫ് ഉപയോഗിച്ച് അതിൻ്റെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ നിമിഷ നേരം കൊണ്ട് അവരുടെ ആ ഒരു കൈവഴക്കത്തിൽ കാണിക്കുന്നത് ഒരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. ഇത് കണ്ടാൽ ആരാണെങ്കിലും ഇതൊരു മാജിക് സ്കാർഫായിട്ട് കരുതി വാങ്ങാതെ ഇവിടുന്ന് പോവില്ല. പക്ഷേ ഇത്തരമൊരു സ്കാർഫ് വാങ്ങിയാൽ ഈ രീതിയിൽ ഇതൊന്ന് ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഈ വഴിയരികിൽ ഓടക്കുഴൽ വായന കേട്ടിട്ട് ഓടക്കുഴൽ വാങ്ങിച്ച് വീട്ടിലെത്തി നമ്മൾ ശ്രമിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഇത്തരത്തിലുള്ളത് വാങ്ങിക്കഴിയുമ്പോൾ. ഡെമോൺസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി അതിൻ്റെ വിൽപ്പന ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴും ഈ സ്കാർഫിൻ്റെ ഡെമോൺസ്ട്രേഷൻ അവിടെ വീണ്ടും നടക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ സവിശേഷതകൾ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ആ കേട്ടത് വിയറ്റ്നാമീസ് ഭാഷയിലുള്ള സംസാരമാണ്. അവരെന്തോ ആവശ്യത്തിന് പോയി വീണ്ടും മടങ്ങി വന്ന് വീണ്ടും അതിൻ്റെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുകയാണ്. ഇത്തരം കലാകാരന്മാർ തീർച്ചയായും പ്രോത്സാഹനം അർഹിക്കുന്നു. ആർക്കെന്നില്ലാതെ ഒരു സ്കാർഫ് ഞാനും വാങ്ങി. വിയറ്റ്നാമിൻ്റെ ഓർമ്മയ്ക്കായിട്ടെങ്കിലും ഇരിക്കട്ടെ. ഇനി അധികം സമയം ബാക്കിയില്ല. ഒരു ടർക്കിയും സോക്സും വാങ്ങി ഇനി നമുക്ക് യാത്ര തുടരാം. 2 മണിക്കൂർ കൂടി യാത്രയുണ്ടായിരുന്നു. അങ്ങനെ യാത്രയുടെ അവസാനം മെക്കോങ് ഡെൽറ്റയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇനി പാർക്കിങ്ങിനായുള്ളൊരു തത്രപ്പാടാണ്. നിരവധിയായ വാഹനങ്ങൾ വന്ന് പാർക്കിംഗ് ഏരിയകളെല്ലാം ഫില്ലായിരിക്കുകയാണ്. ബസ് യാത്ര ഇവിടം വരെയുള്ളൂ. ബസ് ഇവിടെ പാർക്ക് ചെയ്ത ശേഷം ഇനി ബോട്ടിലാണ് മെക്കോങ് നദിയിലൂടെയുള്ള യാത്ര. മെക്കോങ് നദിയിലൂടെയുള്ള ബോട്ട് യാത്രയിൽ 3 ഐലൻഡുകൾ സന്ദർശിക്കുന്നുണ്ട്. ഒന്ന് യൂണിക്കോൺ ഐലൻഡ്, പിന്നൊന്ന് കോക്കനട്ട് ക്യാൻഡി ഫാക്ടറി, മൂന്നാമത് ബെൻ ട്രേ ഐലൻഡ്. യൂണിക്കോൺ ഐലൻഡിൽ അവരുടെ നാട്ടിലെ പഴങ്ങളും തേനുമൊക്കെ രുചിക്കാനുള്ള ഒരു സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കോൺ ഷേപ്പിലുള്ള വിയറ്റ്നാമീസ് തൊപ്പി വളരെ പ്രശസ്തമാണ്. അതിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. പലതരത്തിലുള്ള നിറങ്ങളും ഡിസൈൻ വർക്കുകളുമൊക്കെ ആയിട്ട് പല വിലയിലുള്ള തൊപ്പികൾ ഇവിടെ ലഭ്യമാണ്. തൊപ്പിയിലെ ഡിസൈൻ വർക്കിനനുസരിച്ച് 300 രൂപ മുതൽ 2000 രൂപ വരെയാണ് തൊപ്പിയുടെ വില. ഇനിയുള്ള യാത്ര ആ ബോട്ടിലാണ്. ചുമലക്കൊടിയിൽ മഞ്ഞ നക്ഷത്രവുമായിട്ട് ആ ബോട്ട് ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ ബോട്ടിലേറി കലങ്ങി മറിഞ്ഞു കിടക്കുന്ന മെക്കോങ് നദിയിലൂടെ
അടുത്ത ഐരനിലേക്കുള്ള യാത്ര തുടരുകയാണ്.